നമ്മുടെ തിരുവനന്തപുരം തിരുമലയ്ക്കൊക്കെ അടുത്ത് വലിയുള്ള ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടികൾ. അതായത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മരുതൻകുഴി എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എളിപ്പോട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വലിയുള്ള ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് ആലുമൂട് ലൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 150 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 8 സെൻറ്റ് സ്ഥലത്ത് ഈ കാണുന്ന ഒരു വലിയ വീട് ഉൾപ്പെടെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. ടോട്ടലായിട്ട് 4 ബെഡ്റൂം വരുന്ന നല്ല വലിയൊരു വീടാണ്. വീട് 10 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. നമുക്കിതിൻ്റെ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കൊരു 4 വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. അതിലിതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസും കിട്ടും. സ്ഥലം ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ല സ്ഥലം കിട്ടുന്നുണ്ട്. ചെറിയ ഗാർഡൻ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം തന്നെ നമുക്ക് വീടിന് ചുറ്റുവട്ടം തന്നെ കിട്ടും. ഈ രീതിയിലാണ് വരാന്ത സ്പേസ് വരുന്നത്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. താഴത്തെ നിലയിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. നമുക്ക് റൂംസ് കാണുന്നതിന് മുമ്പ് കിച്ചണൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം റൂമിലേക്ക് പോവാം. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ. ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് വർക്ക് ഏരിയ ആണ്. ഇവിടെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂംസ് ആണ് താഴത്തെ നിലയിൽ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. നമുക്കിതാ ഈ കാണുന്ന പോലെ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് എല്ലാ റൂമുകളിലും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഇതിനകത്ത് നമുക്ക് പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ചെറിയ രീതിയിലുള്ള റെനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീട് നമുക്ക് നല്ല കണ്ടീഷനിലാക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു പൂജാമുറി കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസുമാണ് വരുന്നത്. ഇത് റൂംസ് എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഈ കാണുന്ന പോലെ കബോർഡ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലായാലും നമുക്ക് ആളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഒരു ബാൽക്കണി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ താമസിക്കുന്ന വീടായതുകൊണ്ട് ഒത്തിരി അധികം സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്ക് കഴിഞ്ഞാൽ വീട് കാണാൻ നല്ല രസമായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മേളിലേക്ക് കയറാവുന്ന രീതിയിൽ സ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏകദേശം 8 സെൻറ്റിന് മേളിൽ സ്ഥലം തന്നെയുണ്ട്. അതിനകത്ത് ഈ ഒരു വലിയ വീട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 1,80,00,000 രൂപയാണ്. നമ്മുടെ വലിയവിള ജംഗ്ഷന് തൊട്ടടുത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ശാസ്താമംഗലം, വെള്ളം അല്ലെങ്കിൽ മരുതൻകുഴി അങ്ങോട്ടേക്ക് പോകാനായിട്ട് വളരെ ഈസിയാണ്. ഇവിടെ നിന്ന് PTP നഗർ വഴി, അതായത് ഇളിപ്പോട് എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് ഇരിഞ്ഞാൽ നമുക്ക് PTP നഗറിനകത്തേക്കും ഈസിലി എൻട്രൻസ് കിട്ടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,80,00,000 രൂപയാണ്.